വെൽക്കം ടു സ്റ്റോറി മങ്ക്. കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ 15 വർഷം നീണ്ട അധികാര തുടർച്ചയെ അട്ടിമറിച്ചുകൊണ്ട് BJP ബംഗാളിലെ ഭരണം പിടിച്ച കാഴ്ച നമ്മൾ കണ്ടു. അധികാരത്തിലെത്തി ദിവസങ്ങൾക്കിടെ പശ്ചിമ ബംഗാളിൽ നമ്മൾ കേരളത്തിൽ കാണുന്നതിനേക്കാൾ വലിയ നാടകീയമായ സംഭവവികാസങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ താഴെത്തട്ടിലുള്ള രാഷ്ട്രീയ ബലം ഒലിച്ചു പോകുന്നു എന്ന തോന്നൽ അവിടെ ഉണ്ടാകുന്നു. തൃണമൂൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന 5 കോർപ്പറേഷനുകളിലെ കൗൺസിലർമാർ രാജിവെച്ചുകൊണ്ട് BJPക്ക് അധികാരത്തിലേക്ക് വരാനുള്ള അവസരമൊരുക്കുന്നു. 12-ലധികം മുനിസിപ്പാലിറ്റികളിൽ തൃണമൂൽ കോൺഗ്രസ് കൗൺസിലർമാർ രാജിവെക്കുന്നു. ഇത്തരം കാഴ്ചകളാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് അവരുടെ സംഘടനാബലം അവസാനിക്കുകയാണോ എന്ന ചോദ്യം ബംഗാളിൽ ഉയരുകയാണ്. അതോടൊപ്പം മറ്റൊരു ചോദ്യം കൂടെ അവിടെ വരുന്നുണ്ട്. ഈ 294 നിയമസഭാ സീറ്റുകളിൽ 293 നിയമസഭാ സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ഒരു സീറ്റിൽ തെരഞ്ഞെടുപ്പ് പിന്നീടാണ് നടന്നത്. ആ സീറ്റിൽ ഫാൾട്ട എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ പിന്നീട് BJP അധികാരത്തിലേക്ക് എത്തിയതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ CPIM അവിടെ 2ാം സ്ഥാനത്തേക്ക് വരുന്നു. 1 ലക്ഷത്തിലധികം വോട്ടിനാണ് അവിടെ BJP സ്ഥാനാർത്ഥി ജയിച്ചെങ്കിൽ പോലും CPIM കാൻഡിഡേറ്റ് അവിടെ 2ാം സ്ഥാനത്തേക്ക് വരുന്നു. 3ാം സ്ഥാനത്ത് കോൺഗ്രസ് വരുന്നു. 4ാം സ്ഥാനത്തേക്ക് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിന്തള്ളപ്പെടുന്നു. ഞങ്ങൾ ആ സീറ്റിൽ മത്സരിക്കുന്നില്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു എങ്കിൽ പോലും അവിടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥി 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു. ഇതോടെ ഇടതുപക്ഷത്തിൻ്റെ തിരിച്ചുവരവിന് കൂടി ബംഗാൾ സാക്ഷിയാവുകയാണോ എന്ന മട്ടിലുള്ള ചർച്ചകൾ. ഒരിക്കലും ഒരു നിയമസഭാ സീറ്റിലെ 2ാം സ്ഥാനം കൊണ്ട് ഇടതുപക്ഷം തിരിച്ചു വരികയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതിനുള്ള സൂചനയാണോ ഇത് എന്ന മട്ടിലുള്ള ചർച്ചകൾക്കും തുടക്കമിട്ട് കഴിഞ്ഞു ബംഗാളിൽ. ബഷീർ, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ബംഗാൾ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ BJP വലിയ പ്രചരണം അവിടെ തുടങ്ങിയിരുന്നു. RSSൻ്റെ പ്രചാരകർ, മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രചാരകർ പോലും ബംഗാളിൽ തമ്പടിച്ചുകൊണ്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ പ്രചാരണം നടത്തി. 2026 ഉറപ്പായും നിയമസഭ പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് BJP അവിടെ രംഗത്തിറങ്ങിയത്. ആ ലക്ഷ്യം കൈവരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിന് SIR എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ വ്യക്തമല്ല. എങ്കിൽ പോലും 207 സീറ്റ് ജയിച്ചുകൊണ്ട് BJP യുടെ അധികാരത്തിൽ എത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 215 സീറ്റ് നേടിയ തൃണമൂൽ കോൺഗ്രസ് 80 സീറ്റിലേക്ക് ചുരുങ്ങുന്ന കാഴ്ചയും നമ്മളവിടെ കണ്ടു. അതിനെ തുടർന്ന് കാണുന്ന കാഴ്ച, ബംഗാളിൽ ഏതെങ്കിലും ഒരു മുന്നണിയോ പാർട്ടിയോ അധികാരത്തിലെത്തി കഴിഞ്ഞാൽ പ്രതിപക്ഷത്തെ പാർട്ടി വലിയ തോതിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു പോകുന്ന കാഴ്ച നമ്മൾ കാലങ്ങളായിട്ട് ബംഗാളിൽ കാണുന്നുണ്ട്. അതിൻ്റെ തുടർച്ച വീണ്ടും സംഭവിക്കുകയാണോ എന്ന തോന്നൽ ഉളവാക്കുന്ന വിധത്തിലാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ രാജിവെക്കുന്നത്. MLAമാരിൽ ഒരു വിഭാഗം ഒരു പക്ഷേ BJPയിലേക്ക് പോയേക്കാം എന്ന പ്രതീതി ജനിപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ പോലും വലിയ തർക്കമോ വലിയ കൺഫ്യൂഷനോ തൃണമൂൽ കോൺഗ്രസ്സിലുണ്ടാവുന്നത് ഞങ്ങളുടെ വോട്ടല്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ, ഞങ്ങളുടെ വ്യാജ ഒപ്പാണ് ഇട്ടത് എന്ന് 2 MLAമാർ തുറന്നു പറയുന്നു. ആ MLAമാരെ പുറത്താക്കാൻ തൃണമൂൽ കോൺഗ്രസ് തീരുമാനിക്കുന്നത് വളരെ നാടകീയമായ സംഭവവികാസങ്ങളാണ്. ബംഗാളിൽ മമതാ ബാനർജി കെട്ടിപ്പൊക്കിയ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. യഥാർത്ഥത്തിൽ ബംഗാളിൻ്റെ രാഷ്ട്രീയ ചരിത്രമെടുത്താൽ നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലും ഒരു സർക്കാർ മാറുന്നു, പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ സഖ്യം അധികാരത്തിലേക്ക് വരുന്നു, പിന്നെ ആ സർക്കാർ മാറുമ്പോൾ വീണ്ടും അങ്ങനെ ആൾട്ടർനേറ്റ് ചെയ്ത് വരുന്ന കാഴ്ച പലയിടത്തുണ്ട്. നിലവിലുള്ള റൂളിംഗ് ഫോർമേഷൻ അപ്പാടെ ഇല്ലാതായി പോകുന്ന, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു ചരിത്രമാണ് പക്ഷേ ബംഗാളിനുള്ളത്. ബംഗാളിൽ 1967 വരെ കോൺഗ്രസ് ആയിരുന്നു. 47 മുതൽ 67 വരെ 20 വർഷക്കാലം കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ്സിനവിടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വലിയ ചരിത്രം കൂടിയുള്ള മണ്ണ് എന്ന നിലയിൽ ബംഗാളിൽ കോൺഗ്രസ് അൺചലഞ്ച്ഡ് ആയിരുന്നു. പക്ഷേ 67 കഴിഞ്ഞ് ഒരു 10 വർഷക്കാലം കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് താഴേക്ക് പോകുന്നു. ഐക്യമുന്നണി സർക്കാരുകൾ വരുന്നു. ഇടതുപക്ഷത്തിൻ്റെ കൂടി പിന്തുണയോടുകൂടിയുള്ള ഐക്യമുന്നണി സർക്കാരുകൾ വരുന്നു. കോൺഗ്രസ്സിൽ നിന്ന് കുറേ ആളുകൾ പുതുതായി പുതിയ പാർട്ടി, ബംഗ്ലാ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയൊക്കെ ഉണ്ടാക്കുന്നു. അജോയ് മുഖർജിയെ പോലുള്ള അന്നത്തെ മുഖ്യമന്ത്രി പുതിയ പാർട്ടി ഉണ്ടാക്കി പോകുന്നു. ഈ വിധത്തിൽ കോൺഗ്രസ് ഇല്ലാതാകുന്നു. പക്ഷേ പിന്നീട് ഒരിക്കലും കോൺഗ്രസ് തിരിച്ചു വരുന്നില്ല. ബംഗാളിൽ പിന്നീട് ഒരിക്കലും കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നതേയില്ല.
10 വർഷത്തെ 67 മുതൽ 77 വരെയുള്ള 10 വർഷത്തെ ചരിത്രം കഴിഞ്ഞ് 10 വർഷത്തെ ഒരു ഘട്ടം കഴിഞ്ഞ് 77-ൽ CPIM-ൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം തനിച്ച് അധികാരത്തിലേക്ക് വരുന്നു. 34 വർഷം തുടർച്ചയായി ഇടതുപക്ഷം ഭരിക്കുന്നു. 2011-ൽ ഇടതുപക്ഷം അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ പിന്നീട് തൃണമൂൽ കോൺഗ്രസ് വരുന്നു. തൃണമൂൽ കോൺഗ്രസ് 3 ടേം എന്നതിലേക്ക് 2011 മുതൽ 26 വരെ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്നു. അവിടെ ഇടതുപക്ഷവും കോൺഗ്രസും ഇല്ലാതാകുന്നു. അതിനിടയിൽ 2011 മുതൽ ഇങ്ങോട്ട് BJP പതുക്കെ കയറി വരുന്നു. 4% വോട്ട് മാത്രമുണ്ടായിരുന്ന 0 സീറ്റ്, ഒറ്റ സീറ്റ് പോലും ഇല്ലാതിരുന്ന BJP 2011-ൽ നിന്ന് 2021 ആകുമ്പോഴേക്കും അവർ മുഖ്യ പ്രതിപക്ഷമായി മാറുന്നു. 2026-ൽ 207 സീറ്റ്. 2011 അവർക്ക് 77 സീറ്റ് നിയമസഭയിലേക്ക് കിട്ടുന്നുണ്ട്. അതിനു മുമ്പ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ സീറ്റുകളുടെ കാര്യത്തിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കി. ഞാൻ പറയുന്നത് 5 വർഷത്തെ ഇടവേളകളിലല്ല ബംഗാളിൽ രാഷ്ട്രീയ മാറ്റം സംഭവിക്കുന്നത്. ബംഗാൾ ഒരു രാഷ്ട്രീയ ശക്തിയെ തെരഞ്ഞെടുത്ത് ഭരണമേൽപ്പിച്ച് അവരെ വിശ്വസിച്ച് ആ വിശ്വാസം തകർന്ന് അവരെ പൂർണ്ണമായും തൂത്തെറിയുക എന്ന രീതിയാണ് ബംഗാൾ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത്. 4 തവണ അത് കോൺഗ്രസ്, അതിനിടയിലൊരു ഇടവേള CPIM-ൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം, തൃണമൂൽ കോൺഗ്രസ്, ഇപ്പോൾ BJP. ഇങ്ങനെ ഒരു ട്രാൻസിഷനാണ്. അതായത് ഘട്ടം ഘട്ടമായുള്ള, അല്ലെങ്കിൽ വലിയ ഒരു 5 വർഷത്തെ ടേം എന്നത് വിട്ട് ഒരു വലിയ കാലഘട്ടം മുഴുവനും ഒരു രാഷ്ട്രീയ സഖ്യത്തെ ഏൽപ്പിക്കുകയും അധികാരത്തിൽ നിന്ന് ആ രാഷ്ട്രീയ സഖ്യത്തെ നീക്കുമ്പോൾ അപ്പാടെ തന്നെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ബംഗാൾ ചെയ്തിട്ടുള്ളത് എല്ലാ ഘട്ടത്തിലും. അതായത് ഇപ്പോൾ അധികാരത്തിൽ വന്ന BJP-യുടെ ഒരു അക്രമോത്സുകമായ രാഷ്ട്രീയം ഇതിന് ഉണ്ടെങ്കിൽ പോലും ബംഗാൾ ജനത തന്നെ അങ്ങനെയാണ്. അതായത് രാഷ്ട്രീയമായി ഒരു സഖ്യത്തെ ഒരു ഉടലോടെ തൂത്തെറിയുക എന്ന രീതി ബംഗാളിനുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവിടെ പ്രതിപക്ഷമായി രൂപപ്പെട്ട് വരുന്നത് എന്താണ് എന്ന കാര്യത്തിൽ പോലും കൺഫ്യൂഷനുണ്ട്. ഈ പറഞ്ഞത് വളരെ കൗതുകകരമായ ഒരു നമ്പർ മാത്രമാണ്. അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം, മുഖ്യ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവശേഷിച്ച ഒരു സീറ്റിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ 4-ാം സ്ഥാനത്തേക്ക് എത്തിപ്പോയി തൃണമൂൽ കോൺഗ്രസ് എന്നത് ഇതിൻ്റെ ഒരു സാമ്പിളായി, ഒരു സൂചനയായി കാണാം. പക്ഷേ അത് ഇടതുപക്ഷം തിരിച്ചു വരുന്നു എന്നതിൻ്റെ ഒന്നും ഒരു തരത്തിലുള്ള സൂചനയുമായി ഇപ്പോൾ നമുക്കത് വായിച്ചെടുക്കാനേ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബംഗാളിൻ്റെ ഈ പ്രകൃതമുണ്ട്, അതൊരു ട്രാൻസിഷനാണ് സാധാരണ. ഇതിൽ ഇപ്പോൾ 2011-ൽ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ്, അതായത് 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലെഫ്റ്റ് ഫ്രണ്ട് അധികാരത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ പോലും അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജിൽ വലിയ തോതിലുള്ള ഇടിവുണ്ടായിരുന്നു. ഏതാണ്ട് 38.05% മറ്റോ ആണ് അന്ന് ലെഫ്റ്റ് ഫ്രണ്ടിന് വോട്ട് പെർസെൻറ്റേജിൽ കിട്ടിയത്. പക്ഷേ സീറ്റ് കൂടുതലുണ്ടായിരുന്നു. അതിനുശേഷം 2011-ലേക്ക് എത്തുമ്പോൾ തൃണമൂൽ അധികാരത്തിലേക്ക് വരുന്നു. ലെഫ്റ്റ് ഫ്രണ്ട് 40 സീറ്റിലേക്ക് ചുരുങ്ങുന്നു. CPM നേതൃത്വം നൽകുന്ന ലെഫ്റ്റ് ഫ്രണ്ട് 40 സീറ്റിലേക്ക് ചുരുങ്ങുന്നു. അപ്പോൾ അവരുടെ വോട്ട് പെർസെൻറ്റേജ് ഏതാണ്ട് 30%-ലേക്ക് താഴുന്നു. ഏതാണ്ട് ഒരു 8% ഇടിവാണ് അധികാരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുമ്പോൾ ലെഫ്റ്റ് ഫ്രണ്ടിന് ഉണ്ടാവുന്നത്. അതായത് 2006-ൽ നിന്ന് 2011-ലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് 8% ഇടിവുണ്ടായി. ഇവിടെയും ഏതാണ്ട് സമാനമായ സിറ്റുവേഷൻ അവിടെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2011-ൽ TMC 215 സീറ്റ് നേടിയ അധികാരത്തിൽ 2021-ൽ TMC 215 സീറ്റ് നേടിയ അധികാരത്തിലേക്ക് എത്തുമ്പോൾ 48.5% മറ്റോ ആയിരുന്നു അവരുടെ വോട്ട് ഷെയർ. ഇപ്പോൾ 80 സീറ്റിലേക്ക് അവർ ചുരുങ്ങുമ്പോൾ അവരുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 40.8% മറ്റാണ്. അതായത് 8% കുറവ് അവിടെയും TMCക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ വോട്ട് ഷെയറിൽ ഇപ്പോഴും TMCക്ക് ആ വോട്ട് ഷെയർ അവിടെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് 2011-ൽ ലെഫ്റ്റ് ഫ്രണ്ട് തോൽക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന ന്യായം എന്ന് പറയുന്നത്, ഞങ്ങൾ പരാജയപ്പെട്ടെങ്കിൽ പോലും 2006-ൽ നിന്ന് 2011-ലേക്ക് എത്തുമ്പോൾ 8% വ്യത്യാസമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു 50%-ൽ നിന്ന് 41%-ലേക്കോ മറ്റോ ആണ് ലെഫ്റ്റിൻ്റെ വോട്ട് ചുരുങ്ങിയത് അന്ന് എന്നാണ്. ലെഫ്റ്റിന് വോട്ട് അവിടെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ TMCക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഷെയർ ഉണ്ടായിരുന്നോ എന്ന് സംശയമുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള വ്യത്യാസമില്ലാതെയാണ്. പക്ഷേ അതിനുശേഷം 2016 ആകുമ്പോഴേക്കും പൂർണ്ണമായും തന്നെ തകർന്ന് 2021 ആകുമ്പോഴേക്കും ഞാൻ പറഞ്ഞു വന്നതാണ്. അതായത് ലെഫ്റ്റ് ഫ്രണ്ടിന് അന്ന്
ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്തു പോയെങ്കിൽ പോലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന വലിയൊരു ജനവിഭാഗം ഇവിടെ ഉണ്ട് എന്ന് വേണമെങ്കിൽ അവകാശപ്പെടാൻ അതേ പറ്റുന്ന കാര്യമാണ് ഇപ്പോൾ സാഹചര്യം. തൃണമൂൽ ഇപ്പോൾ കോൺഗ്രസിന് തൃണമൂൽ പറയാൻ കോൺഗ്രസിനും ശ്രമിക്കുന്നത്. അതേ സിറ്റുവേഷനാണ്. അതായത് 40.5% മറ്റോ വോട്ട് ഷെയർ ഇപ്പോഴും തൃണമൂൽ കോൺഗ്രസിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ബംഗാളിൽ കിട്ടിയിട്ടുണ്ട്. അതായത് ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പോയി ഞങ്ങൾക്ക് 80 സീറ്റേ ഉള്ളൂ എങ്കിൽ പോലും ഞങ്ങൾ വോട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം അവിടെ ഉണ്ട് എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു മാസം പിന്നിടുന്നതിന് മുമ്പ് തന്നെ തൃണമൂലിൻ്റെ കയ്യിലുണ്ടായിരുന്ന 5 കോർപ്പറേഷനുകൾ തൃണമൂലിന് നഷ്ടപ്പെടുകയാണ്. അവിടെ ഒന്നുകിൽ അത് തൃണമൂലിൻ്റെ മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നിയമസഭാ കക്ഷി യോഗം വിളിച്ചിട്ട് 20 MLA-മാരാണ് അറ്റൻഡ് ചെയ്തത് എന്ന് കഴിഞ്ഞ ദിവസം വാർത്തയുണ്ടായിരുന്നു. 20 MLA-മാർ മാത്രമേ യോഗത്തിന് പങ്കെടുക്കാൻ എത്തിയുള്ളൂ. മറ്റ് MLA-മാർ യോഗത്തിന് വന്നില്ല. ആ വിധത്തിൽ, അതായത് ഈ 15 വർഷത്തെ ഭരണത്തിനിടയിൽ ഒരു ഘട്ടത്തിൽ പോലും മമതാ ബാനർജിയുടെ ലീഡർഷിപ്പിനെ ചോദ്യം ചെയ്യാതിരുന്ന അവരുടെ അനുയായികൾ പൊടുന്നനെ അധികാരം നഷ്ടപ്പെട്ടതിന് തൊട്ടു പിറകെ അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. പൂർണ്ണമായ ഒരു ഇൻഡിസിപ്ലിൻ എന്നതിലേക്ക് തൃണമൂൽ കോൺഗ്രസ് വന്നിരിക്കുന്നു. വലിയ തോതിൽ ഇപ്പോൾ ജില്ലാ നേതാക്കളുടെയും പ്രാദേശിക നേതാക്കളുടെയും നേതൃത്വത്തിൽ വലിയ തോതിലുള്ള കലാപത്ത് നേരിടുകയാണ് യഥാർത്ഥത്തിൽ തൃണമൂൽ കോൺഗ്രസ് അവിടെ. ഇത് 2011 ഇടതുപക്ഷം അധികാരത്തിൽ നിന്ന് പോയപ്പോൾ ഇടതുപക്ഷത്ത് സംഭവിച്ചതിന് സമാനമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പാർട്ടി ഓഫീസുകൾ പിടിച്ചെടുക്കപ്പെടുന്നു. പാർട്ടി ഓഫീസുകൾ ആ പാർട്ടിയിലെ അണികൾ തന്നെ വന്ന് കൊടി മാറ്റിക്കെട്ടി BJP ഓഫീസാക്കി മാറ്റുന്നു. ഇത് 2011 CPM-ന്റെ ഓഫീസിൽ പലതും സ്വന്തം അണികൾ തന്നെ കൊടി മാറ്റിക്കെട്ടി തൃണമൂൽ കോൺഗ്രസിൻ്റെതാക്കുകയാണ്. എന്ന് മാത്രമല്ല, രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഒടുവിലത്തെ പതിറ്റാണ്ടിൽ, ഇടതു ഭരണത്തിൻ്റെ അവസാനത്തെ പതിറ്റാണ്ടിൽ ഇടതുപക്ഷ ഭരണത്തിന് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് മമതാ ബാനർജിയുടെ 3ാം ടേമിൽ 2021 മുതൽ 26 വരെയുള്ള കാലഘട്ടത്തിൽ സംഭവിച്ചത്. വലിയ തോതിലുള്ള ചില പ്രാദേശിക നേതാക്കളെ, ചില പ്രാദേശിക നേതാക്കൾ എന്നല്ല, ഒരു നെറ്റ്വർക്ക് തന്നെ പ്രാദേശിക നേതാക്കളിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുകയും അരഗൻസ് രൂപപ്പെടുകയും എന്താണോ ഇടതു ഭരണത്തിൻ്റെ അവസാനത്തെ 10 വർഷം കണ്ടത് അത് തന്നെ മമതാ ബാനർജിയുടെ ഭരണത്തിൻ്റെ അവസാനത്തെ 5 വർഷം കണ്ടു. ആ ഒരു പാറ്റേൺ ഉണ്ട് ബംഗാളിൽ എന്നാണ് പറയുന്നത്. ഇത് പറയുമ്പോഴേ ഇപ്പോൾ ഞാൻ നേരത്തെ ഇപ്പോൾ ബഷീറും സൂചിപ്പിച്ച ഫാൾട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം, അതിനെ ഊന്നിക്കൊണ്ട് ഒരു പക്ഷേ ഇത് ലെഫ്റ്റിൻ്റെ തിരിച്ചുവരവിനുള്ളൊരു സൂചനയായിരിക്കാം എന്ന് ചിലരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പല ലേഖനങ്ങളും പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിനവർ പറയുന്നൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിലെ ജനസംഖ്യയിൽ 30% മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് BJP-യുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടത്തെ പിന്തുണയ്ക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. ഒരു പ്രതിപക്ഷ സഖ്യത്തിന് എഫക്റ്റീവായിട്ടുള്ളൊരു പ്രതിപക്ഷ സഖ്യമായിരിക്കുന്നതിനോ അല്ലെങ്കിൽ ഭരണത്തിലേക്ക് ഭരണം പിടിക്കാൻ പാകത്തിലേക്കുള്ളൊരു ശക്തിയായി വളരുന്നതിനോ ഒരു 40 മുതൽ 45% വരെ വോട്ട് മതി ബംഗാളിൽ എന്ന് പറയുന്നത്. അത് 30% മുസ്ലിം പോപ്പുലേഷൻ അവിടെ ഉണ്ട്. ബാക്കി വരുന്നൊരു 15% സെക്കുലർ വോട്ടിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിന് വേണമെങ്കിൽ തിരിച്ചു വരാൻ കഴിയുന്നൊരു സാഹചര്യം അവിടെയുണ്ട്. അത്തരമൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടേക്കാം. തീവ്ര വലതുപക്ഷം എന്ന് പറയുന്നൊരു സംഗതി അധികാരത്തിലേക്ക് വരുന്നൊരു ഘട്ടത്തിൽ സ്വാഭാവികമായും ഒരു നെക്സ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഇടതുപക്ഷമായിരിക്കും എന്നൊക്കെയുള്ള നിലയിലുള്ള വലിയ വിശകലനങ്ങൾ ഈ വളരെ പ്രിമച്ചുറായി വളരെ ഏർലിയർ സ്റ്റേജിൽ തന്നെ ഇപ്പം തന്നെ ഉയർന്നു വരുന്നുണ്ട്. അതിനുള്ളൊരു സാധ്യത എത്രത്തോളമാണ് എന്നാണ് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ബംഗാളിൽ CPM 1977 മുതൽ 34 വർഷം തുടർച്ചയായി അധികാരത്തിലിരിക്കുമ്പോൾ അവരെ ഏറ്റവും അധികം പിന്തുണച്ച, ഏറ്റവും അവരുടെ വലിയ വോട്ട് ബാങ്ക് ആയിരുന്നത് മുസ്ലിം വോട്ടുകളായിരുന്നു, അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗങ്ങളായിരുന്നു. അതേ ആളുകളാണ് പിന്നീട് TMC വലിയ ശക്തിയായപ്പോൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് പോയത്. ഇപ്പോൾ അവരെ സംബന്ധിച്ച് TMC എന്ന് പറയുന്നത് ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന, തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഇനി അതിനെ വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർ തിരിച്ച് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ സാധ്യത അവിടെ ഉണ്ട്. ഇപ്പോൾ അസമിൻ്റെയും ബംഗാളിൻ്റെയും കാര്യത്തിൽ ഈ സാധ്യത അവിടെ ഉണ്ട്. അസമിൻ്റെ കാര്യത്തിൽ അത് കോൺഗ്രസിൽ നേരെയാണ്, ബംഗാളിൻ്റെ കാര്യത്തിൽ അത് കോൺഗ്രസിനും CPM-നും നേരെയാണ് മുസ്ലിം വോട്ട് തിരിയുക. അത് സ്വാഭാവികമാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ CPIM-ൻ്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ട് ബാങ്ക് ആയിരുന്നു. മറ്റെല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും യഥാർത്ഥത്തിൽ
CPIM പൂർണ്ണമായും അകന്നു പോയിരുന്നു. വളരെ കുറച്ച് വോട്ട് കിട്ടിയ പ്രദേശങ്ങളിൽ അത് മുസ്ലിം വോട്ടാണ് CPIMനെ അവിടെ കാര്യമായി പിന്തുണച്ചത്. അസമിൽ നമ്മൾ ഇതേ കാര്യം കണ്ടു. അസമിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന പ്രതിപക്ഷ MLA-മാരിൽ മിക്കവരും മുസ്ലിങ്ങളാണ്. മുസ്ലിം പേരുള്ള MLA-മാരാണ്. എല്ലാവരും കോൺഗ്രസ്സുകാരാണ്. 22 പേരിൽ ഏതാണ്ട് 20ഓളം അംഗങ്ങൾ മുസ്ലിം പേരുള്ളവർ. അത്തരത്തിലൊരു ഗട്ടവൈസേഷൻ എന്ന് പറയാവുന്ന വിധത്തിൽ മുസ്ലിം ജനസംഖ്യയുടെ പ്രാതിനിധ്യം എന്നത് കോൺഗ്രസ്സിലേക്ക് ചുരുങ്ങി. അതേ കാര്യം ഒരു പക്ഷേ ബംഗാളിൽ TMC ഇല്ലാതാക്കപ്പെടുകയാണെങ്കിൽ, അത് നിഷ്പ്രഭമായി പോവുകയാണെങ്കിൽ, അങ്ങനെ ഒരു ഏകീകരണം നമുക്ക് ബംഗാളിലും കാണേണ്ടി വരും. ഒരു മുസ്ലിം ഏകീകരണം CPIMൻ്റെ ഭാഗത്ത്. പക്ഷേ അത് ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയമായ തിരിച്ചുവരവിന് കാരണമാകാവുന്ന വിധത്തിൽ വലുതായിരിക്കില്ല. മുസ്ലിം ഗട്ടവൈസേഷൻ, ഒരു പൊളിറ്റിക്കൽ ഗട്ടവൈസേഷൻ സംഭവിക്കുന്നത് പോലെ CPIMൻ്റെ ചേരിയിലേക്ക് മുസ്ലിങ്ങൾ ചുരുങ്ങുക എന്ന സാഹചര്യം ഒരുപക്ഷെ സംഭവിച്ചേക്കാം അവിടെ. അത് പക്ഷെ തിരിച്ചുവരവിനുള്ള മൊമെൻറ്റം അതിനുണ്ടാകും എന്ന് ആ ജനസംഖ്യയുടെ വലുപ്പം വെച്ച് പറയാനാവില്ല. പക്ഷേ ഇതൊരു ഫാക്ടറാണ് അവിടെ. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തിരിച്ചുവരവ് എന്ന് ഇവിടെ നിന്ന്, കേരളത്തിൽ നിന്ന് ബംഗാളിൽ ഇടതുപക്ഷത്തിൻ്റെ തിരിച്ചുവരവിനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ശിഥിലമായി കഴിഞ്ഞിരിക്കുന്നു എന്നത് മനസ്സിലാക്കണം. 50% വോട്ടിൽ നിന്ന് 5 വർഷം കഴിഞ്ഞ് 2011 എത്തുമ്പോൾ 40ലേക്കും അത് കഴിഞ്ഞ് 20ലേക്കും അങ്ങനെ ചുരുങ്ങി 5%-ത്തിൽ താഴെ ഇക്കഴിഞ്ഞത് 2% മറ്റോ വോട്ട് എന്നതിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഗ്രൗണ്ടിൽ അങ്ങനെ ഒരു സൈൻ ഇല്ല എന്ന് തന്നെ പറയാം. ഈ ഒരു വിദൂര സാധ്യത അവിടെ ഉണ്ട്. ഇത് പറയുമ്പോഴേ ഇപ്പോൾ മമതാ ബാനർജിയുടെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റിനെ കുറിച്ചുകൂടെ നമ്മൾ പറയണമല്ലോ. കാരണം വെച്ചാൽ മമതാ ബാനർജി കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഭാഗമായിരുന്നു. കോൺഗ്രസിൻ്റെ ബംഗാൾ ലീഡർഷിപ്പുമായിട്ടുള്ള വലിയ തർക്കത്തിനൊടുവിലാണ് അവർ കോൺഗ്രസ് വിട്ട് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് അവർ വലിയ ഫൈറ്റ് നടത്തിക്കൊണ്ടാണ് ബംഗാൾ രാഷ്ട്രീയത്തിൽ അവരുടെ സാന്നിധ്യവും അവരുടെ സ്വാധീനവും ഉറപ്പിക്കുന്നത്. അങ്ങനെയാണ് അവർ അധികാരത്തിലേക്ക് വരുന്നത്. തുടർന്ന് ഇങ്ങോട്ട് BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം, ഇടക്കാലത്ത് BJPയും തൃണമൂൽ കോൺഗ്രസും സഖ്യകക്ഷികളായിരുന്നു എന്നുള്ള വസ്തുത അവിടെയുണ്ട്. പക്ഷേ എങ്കിൽ പോലും BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം BJPയുമായി വലിയ ഫൈറ്റ് മമതാ ബാനർജി നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്താണെങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്താണെങ്കിലും അവർ തെരുവിലിറങ്ങി തന്നെ BJPയോട് ഫൈറ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ SIRൻ്റെ കാര്യത്തിൽ അവർ നേരിട്ട് സുപ്രീം കോടതിയിൽ എത്തി ഫൈറ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്ന് പറയുന്നത് മമതാ ബാനർജിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു നേതാവ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പരാജയമുണ്ടായി, 80 സീറ്റിലേക്ക് ചുരുങ്ങി. പക്ഷേ ജനപിന്തുണ ഇപ്പോഴും 40% നിൽക്കുന്നുണ്ട് എന്നുള്ള വസ്തുത അവിടെ നിൽക്കെ അവരുടെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കൊണ്ട് തിരിച്ചു വരാനുള്ളൊരു ചാൻസ് അതെത്രത്തോളമാണ്? അതോ തൃണമൂൽ എന്നുള്ളത് പ്രത്യേകിച്ചൊരു ഐഡിയോളജിക്കൽ പിൻബലം തൃണമൂലിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. CPM എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റിയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് രൂപപ്പെട്ടു വന്നൊരു പ്രസ്ഥാനമാണ്. അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഐഡിയോളജിക്കൽ പിൻബലം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. കാരണം ഐഡിയോളജിക്കൽ പിൻബലം ഉണ്ടായിരുന്നുവെങ്കിൽ അവരൊരിക്കലും BJPയുടെ സഖ്യകക്ഷിയായി കേന്ദ്രത്തിൽ മമതാ ബാനർജി റെയിൽവേ മന്ത്രിയായിരിക്കില്ലായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയോളജിക്കൽ പിൻബലമൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും മമതാ ബാനർജി എന്ന് പറയുന്ന വ്യക്തിയുടെ, നേതാവിൻ്റെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് അവിടെയുണ്ട്. ആ ഫൈറ്റിംഗ് സ്പിരിറ്റ് അവർ CPM നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടത്തോടും ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തോടും ഫൈറ്റ് ചെയ്ത് തുടങ്ങുന്ന പ്രായമല്ല ഇപ്പോൾ ഉള്ള മമതാ ബാനർജിയുടെ പ്രായം. പക്ഷേ എങ്കിൽ പോലും അവരിലിപ്പോഴും ആ ഫൈറ്റ് ശേഷിക്കുന്നുണ്ട്. അത് ശരിയാണ്. ഇപ്പോൾ 98-ലാണ് മമതാ ബാനർജി കോൺഗ്രസിൽ നിന്ന് മാറിപ്പോയി തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം ജ്യോതി ബസുവിൻ്റെയും ബുദ്ധദേവ് ഭട്ടാചാര്യയുടെയും ഭരണത്തോട് വലിയ തോതിൽ ബംഗാളിൽ ഏറ്റുമുട്ടുകയും അതിനുശേഷം കേന്ദ്രത്തിലെ BJP സർക്കാരുമായി ഏറ്റുമുട്ടുകയും ചെയ്ത വലിയൊരു സമരത്തിൻ്റെ ചരിത്രം അവർക്കുണ്ട്. ഒരു ഘട്ടത്തിൽ റൈറ്റേഴ്സ് ബിൽഡിങ്ങിലേക്ക് ബലാത്സംഗത്തിനിരയായ ഒരു സ്ത്രീയെയും കൊണ്ട് മമതാ ബാനർജി ചെല്ലുമ്പോൾ അവിടെ വെച്ച് അവർ ആക്രമിക്കപ്പെടുകയും അതിനുശേഷം ഈ കെട്ടിടത്തിലേക്ക് ഇനി ഞാൻ മുഖ്യമന്ത്രിയായ തിരിച്ചു വരൂ എന്ന് പറഞ്ഞവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്തു എന്ന് പറഞ്ഞൊരു ഐതിഹ്യം ബംഗാളിലുണ്ട്. പിന്നീട് അവർ മുഖ്യമന്ത്രിയായി ആ കെട്ടിടത്തിലേക്ക് തിരിച്ചു ചെല്ലുന്നുണ്ട്. ഇതൊക്കെ ആ കാലത്താണ്. അതിനുശേഷം അവർ ഇപ്പോൾ ഇക്കഴിഞ്ഞ ഇലക്ഷൻ കമ്മീഷനോട്
ഏറ്റുമുട്ടുന്നുണ്ട്, കേന്ദ്ര സർക്കാരിനോട് ഏറ്റുമുട്ടുന്നുണ്ട്, സംവിധാനങ്ങളോട് ഏറ്റുമുട്ടുന്നുണ്ട്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ അന്വേഷണ ഏജൻസികളോടും പ്രത്യക്ഷത്തിൽ നേരിടുന്നുണ്ട്. SIR നടപ്പാക്കപ്പെട്ടപ്പോൾ ഫിസിക്കലി തന്നെ അതിനെ നേരിടാൻ വേണ്ടി അവർ നിൽക്കുന്നുണ്ട്. ആത്യന്തികമായി അവർ ഇലക്ട്രലി പരാജയപ്പെട്ടുവെങ്കിലും അവർ അവസാന നിമിഷം വരെ പോരാടിയിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം നമ്മൾ കാണുന്നത് അവരുടെ പിടി നഷ്ടപ്പെട്ടിരിക്കുന്നു പാർട്ടിയിൽ എന്നതാണ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ കാണുന്നതെല്ലാം. വലിയ തോതിലുള്ള അക്രമം അവരുടെ പാർട്ടി അണികൾക്ക് നേരെ നടക്കുന്നു BJPയുടെ ഭാഗത്തുനിന്ന്. അതിനെ ചെറുക്കാൻ അവർക്ക് കഴിയുന്നില്ല. സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ കലാപമുയരുന്നു. ആ കലാപത്തെ അടിച്ചമർത്താനും അവർക്ക് കഴിയുന്നില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് പഴയ രീതിയിലുള്ള ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടാകുമെന്നോ ആ തരത്തിലുള്ള ഒരു സ്ട്രഗിളിലൂടെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നോ അന്നത്തെ സാഹചര്യം വെച്ച് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പാർട്ടിക്കുള്ളിലെ ഫൈറ്റ് എന്നുള്ളതിനപ്പുറം ഇപ്പോൾ അഭിഷേക് ബാനർജി തൃണമൂൽ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. മമതാ ബാനർജി കഴിഞ്ഞാൽ ബാറ്റൺ കൈമാറ്റം ചെയ്യപ്പെടുന്നത് അഭിഷേക് ബാനർജിക്കായിരിക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അതായത് സെക്കൻഡ് ഇൻ കമാൻഡ് എന്നുള്ള നിലയിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് അഭിഷേക് ബാനർജിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്ട് 7 ലക്ഷം ത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അദ്ദേഹം തെരുവിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുന്നു. കല്യാൺ ബാനർജി എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ മറ്റൊരു മുതിർന്ന നേതാവിന് തെരുവിൽ കൈകാര്യം ചെയ്യപ്പെടുന്നു. അതുപോലെ കുനാൽ ഘോഷ് എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ മറ്റൊരു നേതാവ് തെരുവിൽ കൈകാര്യം ചെയ്യപ്പെടുന്നു. അതായത് ഇത്രയും പ്രോമിനൻ്റായ ലീഡേഴ്സിന് പോലും തെരുവിൽ സ്വതന്ത്രമായി നടക്കാനോ അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയാത്തൊരു സാഹചര്യം വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ബംഗാളിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തത്, സുവേന്ദു അധികാരി എന്ന് പറയുന്നത് മമതാ ബാനർജിക്കൊപ്പം തൃണമൂൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുകയും നന്ദിഗ്രാം പോലെയുള്ള വിഷയങ്ങളിൽ മമതാ ബാനർജിക്കൊപ്പം നിന്നുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്കുവയ്ക്കുകയും ചെയ്ത നേതാവാണ് സുവേന്ദു അധികാരി. അദ്ദേഹം മുഖ്യമന്ത്രിയായ അധികാരത്തിൽ വന്ന് ഈ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സുവേന്ദു അധികാരിയും 5 or 6 ക്യാബിനറ്റ് മന്ത്രിമാരും മാത്രമാണ്. പൂർണ്ണ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മിനിയാന്നോ മറ്റോ ആണ്. അതായത് 35 അംഗങ്ങളോട് ചേർത്ത് ഏതാണ്ട് 41 പേർ മന്ത്രിസഭ പൂർണ്ണമാകുന്നത് മിനിയാന്നോ മറ്റോ. പക്ഷേ ഈ 5 ക്യാബിനറ്റ് മന്ത്രിമാരും സുവേന്ദു അധികാരിയും മാത്രമുള്ള സമയത്ത് തന്നെ എന്താണോ പ്രതിപക്ഷത്തോട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ വളരെ ക്ലാരിറ്റി അവർക്കുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഓഡിറ്റ് ചെയ്യാനുള്ള മുനിസിപ്പാലിറ്റികളുടെ പ്രവർത്തനം ഓഡിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു, ചില കാര്യങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു, കോർപ്പറേഷനുകളുടെ പ്രവർത്തനം ഓഡിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു, അംഗങ്ങളുടെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ തുടങ്ങി നിരവധിയായ അതാണ് ഞാൻ തീരുമാനങ്ങൾ പറഞ്ഞത്. രാജാക്കന്മാർ മാറുന്ന പോലെയാണ് ബംഗാളിൽ ഭരണമാറ്റം സംഭവിക്കുന്നത്. ഒരു ഭരണം മാറിയാൽ മുമ്പ് ഭരണത്തിലിരുന്നവരെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന രീതിയാണ് ഉടനീളം, അത് ചരിത്രത്തിലുടനീളമുണ്ട്. അത് ആ ജനത തന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് തോന്നാം. കാരണം ആൾട്ടർനേറ്റീവ് ടേംസിന് പകരം കുറേ അധിക കാലം സർക്കാരുകളെ ഭരണത്തിലിരുത്തും, മാറ്റുമ്പോൾ ഉടലോടെ ആ രാഷ്ട്രീയ സംവിധാനത്തെ തന്നെ മാറ്റിക്കളയുന്ന രീതിയാണ് എന്ന്. ഇവിടെ ഇപ്പോൾ ഈ ഇൻറ്റേർണലി തന്നെ പ്രോബ്ലം ഉണ്ട് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നേരത്തെ CPIM-ൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയ ഒരു പഴയ SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഋതപ്രതാപ് ബാനർജി, അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം പുറത്താക്കി. ഇന്നലെ മറ്റോ അദ്ദേഹത്തെ പുറത്താക്കി. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് CPM-ൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയി. ഇപ്പോൾ അദ്ദേഹം അടുത്ത ജമ്പിലേക്ക് പോയാണ്. ഇത് ബംഗാളിൻ്റെ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാം. അതായത് ഇപ്പം മമതാ ബാനർജി തന്നെ കോൺഗ്രസിൽ നിന്ന് വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ഉണ്ടാക്കി അധികാരം പിടിക്കുന്നു. സുവേന്ദു അധികാരി മമതയോടൊപ്പം നിന്ന് അവിടെ നിന്ന് BJPയിലേക്ക് പോയി അധികാരം പിടിക്കുന്നു. മുകുൾ റോയ്, ഇങ്ങനെ ഒരുപാട് ആളുകളുടെ ചരിത്രമുണ്ട്. ഇങ്ങനെ ബംഗാളിൻ്റെ ഒരു പൊളിറ്റിക്കൽ എലീറ്റ് എല്ലാ കാലത്തും ഭരണമാറ്റത്തിന് തൊട്ട് മുമ്പ് കൂടുമാറും. ഇത് ചരിത്രത്തിലുടനീളം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ആളുകൾ നേരത്തെയും അതിന് തൊട്ട് പിറകെ ഏറ്റവും മേലെ തട്ടിലുള്ള ആളുകൾ ആദ്യം മാറിപ്പോവുകയും അതിന് തൊട്ട് പിറകെ വലിയ തോതിലുള്ള രാഷ്ട്രീയ ചേഞ്ച് സംഭവിക്കുകയും ചെയ്യുക എന്നതാണ് ബംഗാളിൽ സാധാരണഗതിയിൽ അങ്ങനെയാണ്. ഒരു പക്ഷേ തൃണമൂൽ കോൺഗ്രസിൻ്റെ കാര്യത്തിലും CPM-ൻ്റെ കാര്യത്തിലും ഒക്കെ കണ്ടതുപോലെ ഒരു 1-2 പതിറ്റാണ്ട് BJP ഭരണം എന്നതാണ്, അല്ലെങ്കിൽ 1-2-3 ടേം BJP ഭരണം എന്നതാണ് ബംഗാൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരു ചരിത്രവും ഒരു പിക്ചറും അവിടെ തെളിയാൻ സാധ്യതയില്ല. ഈ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ CPIM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്ത് രൂപം കൊള്ളും എന്ന് നമ്മൾ വിചാരിക്കുന്നതാകണമെന്നില്ല ബംഗാളിൻ്റെ അവസ്ഥ. അങ്ങനെയാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം, അതിൻ്റെ ഒരു പരിണാമത്തിൻ്റെ ഒരു ചരിത്രം പറയുന്നത് അങ്ങനെയാണ്. റൈറ്റ്. ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ SIR അവിടെ വലിയ തോതിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം വലിയ തോതിൽ അവിടെ ചർച്ചയായിരുന്നു.
27 ലക്ഷത്തോളം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു നിർത്തിക്കൊണ്ട് അവരുടെ പരാതി പരിഹരിക്കുന്നതിന് മുമ്പാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് എത്രത്തോളം നിയമവിധേയമാണ് എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ അവിടെ ഉയർന്നിരുന്നു. SIRൽ തന്നെ ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത അവിടെയുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി SIRുമായി ബന്ധപ്പെട്ട പ്രക്രിയയിൽ പൗരത്വം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണെങ്കിൽ പോലും അത് പൗരത്വം നിർണ്ണയിക്കാൻ ഇത് ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സുവേന്ദു അധികാരി അധികാരത്തിൽ വന്നതിൻ്റെ തൊട്ടു പിറകെ അദ്ദേഹം അവിടെ തടങ്കൽ പാളയങ്ങൾ തുറക്കുകയാണ് ചെയ്യുന്നത്. അതായത് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മുൻകാലത്ത് ചർച്ച ചെയ്തിരുന്ന തടങ്കൽ പാളയങ്ങൾ ബംഗാളിൽ 2-3 എണ്ണം തുടങ്ങി. അവിടേക്ക് മ്യാൻമർ സ്വദേശികളിൽ നിന്നോ ബംഗ്ലാദേശ് സ്വദേശികളിൽ നിന്നോ എന്നൊക്കെ പറയപ്പെടുന്ന ആളുകളെ തടങ്കൽ പാളയങ്ങളിലേക്ക് എത്തിക്കുന്നു. നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറയുന്ന ആളുകൾ ഇമ്മീഡിയറ്റ് ആയിട്ട് രാജ്യം വിട്ടു പോകണം എന്ന അന്ത്യശാസനം പുറപ്പെടുവിക്കുന്നു. അതേ തുടർന്ന് നിരവധി പേർ അതിർത്തിയിൽ പോയി ബംഗ്ലാദേശിലേക്ക് കടക്കാൻ പാകത്തിൽ അതിർത്തിയിൽ തമ്പടിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഈ അനധികൃത കുടിയേറ്റം അല്ലെങ്കിൽ പൗരത്വം അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നിവൃത്തിയോടുകൊണ്ട് വേറൊരു രാജ്യത്തേക്ക് കുടിയേറുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യയിൽ മാത്രം സംഭവിക്കുന്നതല്ല, മറ്റ് പല രാജ്യങ്ങളിലും സംഭവിക്കുന്നതാണ്. പല കാരണങ്ങളുണ്ട്. അവരെ ഈ വിധത്തിലാണോ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അവിടെ നിലനിൽക്കുന്നത്. എങ്കിൽ പോലും ബംഗാളിൻ്റെ രാഷ്ട്രീയ അധികാരത്തെ നിർണ്ണയിക്കാൻ പാകത്തിൽ ഈ പ്രശ്നങ്ങളെ വലിയ തോതിൽ ഉപയോഗിക്കാൻ ഒരു പക്ഷേ സുവേന്ദു അധികാരിക്ക് സാധിക്കും. കാരണം കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ട്. നിയമ ഭേദഗതികളെല്ലാം സുവേന്ദു അധികാരി ബംഗാൾ സർക്കാർ എടുക്കുന്ന തീരുമാനത്തെ പിന്തുണയ്ക്കുന്ന വിധത്തിലാണ്. അതായത് ഇല്ലീഗൽ മൈഗ്രൻസ് ആണ് എന്ന് തോന്നുന്ന ഒരാളെ ഡിപ്പോർട്ട് ചെയ്യുന്നതിന് കോടതിയുടെ അനുമതി ആവശ്യമില്ല എന്ന് സുവേന്ദു അധികാരി തന്നെ പറയുന്നുണ്ട്. അവരെ കോടതിയുടെ മുമ്പേ ഹാജരാക്കി അവരുടെ പൗരത്വം ഉണ്ടോ ഇല്ലയോ എന്ന് കോടതി തീരുമാനിക്കുന്നവരെ കാത്തിരിക്കേണ്ട കാര്യമില്ല എന്ന് സുവേന്ദു അധികാരി പറയുന്നുണ്ട്. നിലവിലുള്ള നിയമ ഭേദഗതി അതിനെ സാധൂകരിക്കുന്നതുമാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള വലിയ തോതിലുള്ള ഒരു എന്താ പറയുക, വർഗീയമായ ഡിവിഷൻ കുറെ കൂടെ ആഴത്തിലാക്കാൻ സുവേന്ദു അധികാരിക്ക് വളരെ എളുപ്പമാണ് ഈ കാലഘട്ടത്തിൽ. എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് അല്ലെങ്കിൽ മറ്റ് BJPക്ക് വലിയ ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്താലും അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ബംഗാൾ BJPയെ സംബന്ധിച്ചിടത്തോളം. ഹിസ്റ്റോറിക്കലി അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ബംഗാൾ കുറെ കൂടി പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഭൂമികയാണ് ഹിന്ദുത്വത്തിനും RSSനും. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ അതിർത്തി, ബംഗ്ലാദേശ് അതിർത്തി പോലെയുള്ള പ്രശ്നങ്ങൾ, മൈഗ്രൻ്റ് ആളുകൾ, മുസ്ലിം മൈഗ്രൻസ് തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു പൊളിറ്റിക്കൽ ഡൈനാമിക്സ് അവർ നടപ്പാക്കുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള ബംഗാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കില്ല അതിൻ്റെ ഇമ്പാക്റ്റ്. അത് 1-2 ടേമിലേക്ക് ഒതുങ്ങി നിൽക്കുന്നതായിരിക്കില്ല. ബംഗാളിൻ്റെയും ഒരുപക്ഷെ ആ ഏരിയയുടെ തന്നെയും രാഷ്ട്രീയ ഭൂമികയെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിറം മാറ്റിക്കളയുന്ന വിധത്തിലുള്ള, അതിൻ്റെ രാഷ്ട്രീയ സ്വഭാവം തന്നെ മാറ്റിക്കളയുന്ന വിധത്തിലുള്ള നടപടികളായിരിക്കും യഥാർത്ഥത്തിൽ വരാൻ പോകുന്നത്. ബംഗാളിലെ BJPയുടെ അധികാരലബ്ധി എന്നത് അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനത്ത് കൂടി അധികാരം കിട്ടി എന്നല്ല അതിനർത്ഥം. RSSും BJPയും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച അധികാരലബ്ധിയാണ് യഥാർത്ഥത്തിൽ ബംഗാളിൽ സംഭവിച്ചത്. അത് സ്വാഭാവികമായും രാജീവ് ഈ പറഞ്ഞ പോലെ ഇതിനെ വംശീയമായും അതിൻ്റെ ഡെമോഗ്രഫിയുമായി ബന്ധപ്പെട്ടും എല്ലാം അതിനെ ഉപയോഗപ്പെടുത്തുകയും രാഷ്ട്രീയമായി അതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായി BJP സർക്കാർ പോവുകയാണെങ്കിൽ അവിടെ പ്രതിപക്ഷം എന്നത് ഇന്ന് നമ്മൾ കാണുന്ന ആളുകളാകണമെന്നില്ല, രാഷ്ട്രീയ ഫോർമേഷൻസ് ആകണമെന്നില്ല. ഒരുപക്ഷെ കോൺഗ്രസിനും CPMനും ഇടയിലോ അതല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ അതിൻ്റെ ഒരു പാരന്റ് സംഘടന എന്ന് പറയാമെങ്കിൽ കോൺഗ്രസിനും ഇടയിലും ഈ തരത്തിലുള്ള ഒക്കെയുള്ള പുതിയ ഫോർമേഷൻസ്, ഐക്യങ്ങൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചേരുവകൾ ഉണ്ടായി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റയ്ക്ക് കോൺഗ്രസിനോ തൃണമൂൽ കോൺഗ്രസിനോ CPIMനോ ഒരു സിംഗിൾ ഫോർമേഷൻ എന്ന നിലയിൽ ബംഗാളിലെ BJPയുടെ ഈ കടന്നുവരവിനെ നേരിടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്നാണ്. എണ്ണം കൊണ്ട്, വോട്ട് ഷെയർ കൊണ്ട് നമുക്ക് TMC ഇപ്പോഴും ഗ്രിപ്പുണ്ട് എന്ന് പറയാം. പക്ഷേ അത് എളുപ്പത്തിലില്ലാതായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത്. ബംഗാളിൻ്റെ ചരിത്രം പറയുന്നതും അതില്ലാതായി പോകും എന്നാണ്. റൈറ്റ്. എന്തായാലും BJP അധികാരത്തിലെത്തി 1 മാസം പിന്നിടുന്നതിന് മുമ്പ് തന്നെ തൃണമൂൽ കോൺഗ്രസ്
2011 എങ്ങനെയാണോ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ CPIMൻ്റെ കമ്മിറ്റി ഓഫീസുകൾ അവർ ഭരണത്തിലിരുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളൊക്കെ തൃണമൂൽ കോൺഗ്രസിലേക്ക് സ്വിച്ച് ചെയ്തത്, ഏതാണ്ട് സമാനമായ വിധത്തിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസുകൾ BJP ഓഫീസുകളായിട്ട് മാറുന്നു. തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലിരുന്ന ഭൂരിഭാഗം തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, അതായത് ഡസനിലധികം മുനിസിപ്പാലിറ്റികൾ, 5ലധികം കോർപ്പറേഷനുകളൊക്കെ ഇതിനകം തന്നെ ഒന്നുകിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് കൗൺസിലർമാർ കൂട്ടത്തോടെ രാജിവെച്ചുകൊണ്ട് BJPക്ക് വഴിയൊരുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സിറ്റുവേഷനിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു അടിസ്ഥാനം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ബംഗാളിൽ. എന്തായിരിക്കും ബംഗാളിൽ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ തുടർന്നുണ്ടാവുക? അതിനെ തൃണമൂൽ കോൺഗ്രസും CPIM പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, അവർക്ക് നിയമസഭയിൽ തൃണമൂൽ കോൺഗ്രസിനോളം അംഗത്വമില്ല. CPIMന് ആകെ ഒരംഗമേ ഉള്ളൂ. കോൺഗ്രസിനും നാമമാത്രമായ അംഗങ്ങൾ മാത്രമേ നിയമസഭയിലുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ എങ്കിൽ പോലും പ്രതിപക്ഷ നിരയിലെ പ്രധാന പാർട്ടികൾ എന്നുള്ള നിലയിൽ ഇവരെങ്ങനെയാണ് BJPയുടെ രാഷ്ട്രീയ തന്ത്രത്തെ നേരിടാൻ പോകുന്നത് എന്നുള്ളതായിരിക്കും ബംഗാളിൻ്റെ ഭാവി രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുക. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.